മത്സരത്തിനായി ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ആരാധകരെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിച്ചും തുടങ്ങും. വലിയ സുരക്ഷ അവിടെ ഒരുക്കിയിട്ടുമുണ്ട്. ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കണ്ട ശേഷം മടങ്ങിവരാം. ഏഷ്യ കപ്പിൽ ഈ സീസണിലെ ഏറ്റവും കനത്ത സുരക്ഷാ സന്നാഹമാണ് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. 3 തട്ടുകളിലായിട്ടാണ് സുരക്ഷാ ക്രമീകരണം. 1 സ്റ്റേഡിയത്തിലേക്കുള്ള റോഡ്, 2 സ്റ്റേഡിയം പരിസരം, 3 സ്റ്റേഡിയത്തിനകത്ത്. ദുബായ് പോലീസും ദുബായ് ഈവന്റ് സെക്യൂരിറ്റി കമ്മിറ്റിയും ചേർന്നാണ് സുരക്ഷാ സന്നാഹം ഒരുക്കിയിട്ടുള്ളത്. പല തവണ ഇവരൊക്കെ തന്നെ യോഗം ചേരുകയും സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. മത്സരം തുടങ്ങാൻ ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. UAE സമയം വൈകിട്ട് 6:30 മത്സരം തുടങ്ങുമ്പോൾ അതിന് 3 മണിക്കൂർ മുൻപ് ഏതാണ്ട് ഒരു 3 മണി മുതൽ തന്നെ ആളുകളെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കും. സ്റ്റേഡിയത്തിലേക്ക് വരുന്നവർ തീപ്പെട്ടിയോ പടക്കമോ അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്കോ വലിയ കുടവയോ ക്യാമറയുടെ ട്രൈപോഡോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല. പതാക കൊണ്ടുവരാം, പക്ഷേ കൊടിമരം അല്ലെങ്കിൽ കൊടിയുടെ വടി അത് പാടില്ല. അങ്ങനെയുള്ള കുറേ നിർദ്ദേശങ്ങൾ പോലീസ് ഇത്തവണ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ അപ്പുറമാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത്. തർക്കങ്ങൾ പാടില്ല, വഴക്ക് പാടില്ല, ഏതെങ്കിലും വിധത്തിലുള്ള വംശീയ അധിക്ഷേപം പാടില്ല. 30,000 ദിർഹം വരെ പിഴയും അതോടൊപ്പം തന്നെ മറ്റ് ശിക്ഷാ നടപടികളും ഉണ്ടാകുമെന്നാണ് പോലീസൊക്കെ മുന്നറിയിപ്പ് നൽകുന്നത്. വലിയ സംവിധാനങ്ങൾ, സുരക്ഷാ സന്നാഹങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 30,000-ഓളം ആരാധകർ ഈ സ്റ്റേഡിയത്തിലേക്ക് അല്പസമയത്തിനകം ഒഴുകിയെത്തുമെന്നുള്ളതാണ് പ്രതീക്ഷ. അതിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റേഡിയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് വലിയ മുൻതൂക്കമുള്ള ഒരു സ്റ്റേഡിയമാണ്. ഇവിടെ ഇന്ത്യയുടെ ഒരു സെക്കൻഡ് ഹോം ഗ്രൗണ്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ ഈ സ്റ്റേഡിയവും ഇവിടെ എത്തുന്ന ആരാധകരും അത്രത്തോളം ഇന്ത്യയെ പിന്തുണയ്ക്കാറുണ്ട്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഗ്രൂപ്പ് മത്സരത്തിലും അതോടൊപ്പം തന്നെ സൂപ്പർ 4-ലും പാകിസ്ഥാനെ തോൽപ്പിച്ചതിൻ്റെ ഒരു ആധികാരികത ഇന്ത്യൻ ടീമിനുണ്ട്. താനും ബാറ്റിങ്ങിലൊക്കെ നല്ല രീതിയിൽ തിളങ്ങി നിൽക്കുന്നുണ്ട് സഞ്ജു അടക്കമുള്ള ബാറ്റ്സ്മാൻമാർ. അതൊക്കെയാണ് വലിയ പ്രതീക്ഷ. ഏതായാലും മത്സരം തുടങ്ങാൻ ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ. നല്ല കാലാവസ്ഥയാണ്, തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതോടൊപ്പം തന്നെ ടോസ് കിട്ടിയാൽ ആ ടീം കൂടുതലും ബൗളിംഗ് തിരഞ്ഞെടുക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ സ്റ്റേഡിയത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം. സ്റ്റേഡിയത്തിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്. സുരേഷ് വെള്ളിമുറ്റം പറഞ്ഞതുപോലെ തന്നെ വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ മത്സരം തുടങ്ങാനുള്ളൂ. ടോസ് അത്യാവശ്യം ഒരു നിർണായകമായിരിക്കും എന്ന് തന്നെ നമുക്ക് പറയാം. ടോസ് നേടുന്ന ടീം ബൗളിംഗ് തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. മുൻ മത്സരങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെയാണ്. നമുക്ക് പാകിസ്ഥാൻ്റെ ഒരു അവസ്ഥ കൂടി പരിശോധിക്കാം. പാകിസ്ഥാൻ തട്ടിമുട്ടിയാണ് ഈ സൂപ്പർ 4-ഉം കടന്ന് ഫൈനലിലേക്ക് എത്തുന്നത്. ഷഹീൻ അഫ്രീദി എന്ന ബൗളർ, അത് ഒരു ഏതെങ്കിലും രീതിയിലുള്ള വെല്ലുവിളി. അദ്ദേഹമാണ് ഇപ്പോൾ അവസാനത്തെ മത്സരങ്ങളിലൊക്കെ അത്യാവശ്യം തിളങ്ങിയ ഒരു ബൗളർ കൂടിയാണ്, ഒരു പേസ് ബൗളർ കൂടിയാണ്. ബൗളിങ്ങിൽ പാകിസ്ഥാൻ പല ഘട്ടങ്ങളിലായി മുൻപ് ചരിത്രം പരിശോധിച്ചാൽ പലപ്പോഴും ഇന്ത്യ അവർ കീഴടക്കിയിട്ടുള്ളത് ബൗളിംഗ് കൊണ്ടാണ്. ഇപ്പോൾ വക്കാർ യൂനിസിൻ്റെ ആയാലും വസീം അക്രം ആയാലും അതുപോലുള്ള ക്ലാസിക് പ്ലെയേഴ്സിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞാണ് പാകിസ്ഥാൻ വരുന്നത്. പക്ഷേ ഇന്ന് ആ രീതിയിലുള്ള പ്ലെയേഴ്സൊന്നും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്താവുന്ന താരങ്ങളുണ്ട് അവിടെ. തീർച്ചയായിട്ടും അഫ്രീദിയെ നമ്മൾ അത്തരത്തിൽ കണക്കാക്കേണ്ടിയിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ അത് അത്തരത്തിലേക്ക് അറ്റാക്കിംഗ് രൂപേണ അതിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഈ കഴിഞ്ഞ, അതായത് സൂപ്പർ 4-ലെ മത്സരത്തിന് ശേഷം പാകിസ്ഥാൻ്റെ കോച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ തുടർച്ചയായി ഞങ്ങളുടെ ടീമിനെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലിലേക്ക് അത് പ്രതിഫലിക്കും, അല്ലെങ്കിൽ കളിയിൽ അത്തരത്തിൽ തങ്ങളുടെ ടീമിൻ്റെ ആ പ്രകടനം അത് പ്രതിഫലിക്കും എന്നുള്ളത് ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അഫ്രീദിയെ അല്ലെങ്കിൽ അഭിഷേക് ശർമ്മ, ആ ഒരു ക്ലാഷ് നമുക്ക് വരും മത്സരത്തിൽ അല്ലെങ്കിൽ ഫൈനൽ മത്സരത്തിൽ കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. കാരണം അഫ്രീദിയെ മുതൽ അല്ലെങ്കിൽ റൌഫ് അഫ്രീദി എന്നിവരെ എങ്ങനെ ആദ്യ ബാറ്റിംഗ് നിര, നമ്മുടെ ഇന്ത്യൻ നിര പ്രതിരോധിക്കും എന്നുള്ളത് കണക്കിലാക്കിയിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളല്ല. കാരണം ആദ്യത്തെ നമ്മുടെ മെയിൻ ബാറ്റ്സ്മാൻമാർ അഭിഷേകും ആയിക്കോട്ടെ ഗില്ലായിക്കോട്ടെ അവരെങ്ങനെ ഈ പാകിസ്ഥാൻ ബോളർമാരെ ഇടിച്ചു നിൽക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പം തുടക്കത്തിൽ അവർ നൽകുന്ന ഒരു ആക്രമണാത്മകമായ തുടക്കം അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. മാത്രമല്ല ഈ ടൂർണമെന്റിലുടനീളം പവർ പ്ലേ ഏറ്റവും നന്നായി ഉപയോഗിച്ച ഒരു താരം ഇന്ത്യൻ നിരയിലുണ്ട്, അഭിഷേക് ശർമ്മ. അപ്പോൾ ആ നിലയ്ക്ക് ഇന്ത്യക്കൊരു മേൽക്കൈ തന്നെ ആ ബൗളർമാർക്ക് മേൽ തുടക്കത്തിലെ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ മത്സരം എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ കയ്യിലേക്ക് വരും.